നബിദിനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഉന്തും തള്ളും ഒരു പൊടിത്തല്ലും ആദ്യം കാണാം. ദൈവത്തിടണം. ഈ വീഡിയോ നിങ്ങളെല്ലാം പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത് ഇന്നലെ നടന്ന സംഭവം. എവിടെ? മുണ്ടുകുഴി എന്ന് പറയുന്ന പ്രദേശത്ത് നബിദിന റാലിയിൽ നടന്നൊരു അടിയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. മിനിഞ്ഞാന്ന് നടന്നത് 12-ന്റെ അന്ന് മോന്തിക്ക് നടന്നത് വടകരക്കടുത്തുള്ള ഒരു പള്ളിയിലേനു അടി, കാളപ്പോര്. ആദ്യം കൂടെ പള്ളിയിൽ ഇറങ്ങിയിട്ട് മുണ്ടുകുഴിയിലെത്തിയിട്ട് റോഡ് പോലായിട്ടുണ്ട്. എന്താ സംഭവം? നബിദിന റാലി നടക്കുന്നു. നബിദിന റാലിയിൽ സമസ്തന്റെ കൊടി പിടിക്കുന്നു. സമസ്തന്റെ SKSSF കൊടി പിടിക്കുന്നു. ഒരു വിഭാഗം പിടിക്കാൻ വേണ്ടി പറ്റൂല. ഏതായി ഒരു വിഭാഗം? മറ്റുള്ള വിഭാഗമൊന്നല്ല. AP വിഭാഗക്കാരോ അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിലെ ഇതര വിഭാഗമോ അല്ലെങ്കിൽ മുജാഹിദുകാരോ ജമാഅത്തുകാരോ മുസ്ലിം അവര് നബിദിനം ആഘോഷിക്കില്ല. എന്നാൽ ഒരു വലിയ പരിപാടിയാകുമ്പോ അവരെല്ലാം ചിലപ്പം വന്നിട്ട് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ അവരെന്നല്ല ഇതായാണ് മുസ്ലിം ലീഗുകാർ വന്നിട്ട് പറയുമല്ലോ സമസ്തന്റെ കൊടിയോ SKSSF കൊടിയോ പിടിക്കാൻ പറ്റൂല. ഇതാണ് ഈ വാർത്ത മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കണ്ടൻറ്റ്. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഹിന്ദു പേരുകാരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവൻ സംഘി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും. ക്രിസ്ത്യൻ പേരുകാരനാണെങ്കിൽ ക്രിസംഗി, മുസ്ലിം പേരുകാരനാണെങ്കിൽ തീവ്രവാദി, ജിഹാദി. അങ്ങനെ അല്ലാത്തവർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ മുസ്ലിം വിഭാഗത്തിൽ. ആരിഫ് ഹുസൈൻ അങ്ങനെയല്ല, ലിയാഖത്ത് അലി അങ്ങനെയല്ല, പിന്നെ ഈവൻ നമ്മുടെ അബൂബക്കർ ഉണ്ടല്ലോ, പരമസിംഹൻ ആയി മാറിയ അബൂബക്കർ, പുള്ളി പോലും ഇപ്പോൾ ഈ പറയുന്ന ഗണത്തിൽ വരുന്നവരാണ്. അതുപോലത്തെ ഒരു പുതിയ ട്രെൻഡാണ്. ഏതെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും തമ്മിൽ കൂട്ടയടി നടന്നാൽ, ഇപ്പോൾ മുസ്ലിം ലീഗ് ഭരണത്തിലുള്ളതുകൊണ്ട് അതിനകത്തേക്ക് പതിയെ ലീഗിനെ അങ്ങോട്ട് തിരികെ കയറ്റി വെക്കും. ഈ പള്ളിയിലടി നടന്നാലും പുറത്തടി നടന്നാലും സ്വാഭാവികമായിട്ട് ഇപ്പോൾ വെള്ളം അടിക്കാൻ പോകുന്ന സ്ഥലത്ത് അടി നടന്നാൽ ഏതെല്ലാം പാർട്ടിക്കാർ കാണും. അതിനവിടെ അടി പറയുമ്പം അത് CPMകാർ കൂട്ടത്തല്ല്, BJPക്കാർ കൂട്ടത്തല്ല്, കോൺഗ്രസ്സുകാർ എന്നൊന്നും അല്ലല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ മലബാറിലെ മുസ്ലിം വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിനെ ലീഗുകാരാക്കി പൊലിപ്പിച്ച് തട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ മാർക്കറ്റുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ പിന്നിലെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഈ വടക്കോട്ട് പോകുമ്പോൾ ഈ പള്ളികളും മദ്രസകളും അധികം നടത്തുന്നത് സമസ്ത വിഭാഗക്കാരാണെങ്കിൽ അതിലുള്ളത് ലീഗുകാരാണ് സ്വാഭാവികമായി. കാരണം ഈ ഷജറ അല്ലാത്ത വിഭാഗം എന്നൊക്കെ പറയുന്നത് പലയിടങ്ങളിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കാശ് പിരിച്ച് ഇതിൻ്റെ സംവിധാനമുണ്ടാക്കി ഇതെല്ലാം ചെയ്തെടുക്കുന്നതിൽ അതിൻ്റെ വലിയ സാമ്പത്തിക സ്രോതസ്സ് എന്ന് പറയുന്നത് KMCC പോലെ മുസ്ലിം ലീഗുകാരായ വ്യാപാരികളെപ്പോലെയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് പല പള്ളി കമ്മിറ്റികളും ഈ പറയുന്ന സംഗതികളുമൊക്കെ ഇവരുടെ കീഴിലാണ് നടക്കുന്നത്. ആ പറഞ്ഞ സ്ഥലത്തുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അവിടെ SDPI സ്ഥാനാർത്ഥിയായ ഒരാൾ മത്സരിച്ചു. ആ മത്സരിച്ച ആൾ പിന്നീട് എന്ത് ചെയ്തു? അയാൾ ഈ സമസ്ത എന്ന് പറയുന്ന സുന്നി കൂട്ടായ്മയിലേക്ക് വന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലബാറിൽ SDPIയുടെ ആശയങ്ങളെ എതിർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് സുന്നി സംഘടനകളാണ്, മുസ്ലിം സംഘടനകൾ തന്നെയാണ്. അവിടുത്തെ മുജാഹിദുകാരാകട്ടെ സുന്നിക്കാരാകട്ടെ ഒന്നും ഈ പറയുന്ന SDPIയെയോ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ പള്ളികളിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ പോലെ SDPI സ്വാധീനമൊന്നും വലുതായി നിലയുറപ്പിക്കാൻ അക്കാലത്ത് കഴിഞ്ഞിട്ടുമില്ല. കാരണം അവർ കർശനമായി അതിനെ എതിർത്തവരാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ മത്സരിച്ച ഒരാൾ എന്തു ചെയ്തു? ഇതിലേക്ക് വന്നപ്പോഴാണ് ഈ നബിദിന റാലി വരുന്നത്. അപ്പോൾ ഈ നബിദിന റാലിയിൽ ഈ പറയുന്ന ആളുകളെ ഇതിലേക്ക് എടുക്കരുത്, അല്ലെങ്കിൽ സുന്നി വിഭാഗത്തിലേക്ക് അങ്ങനെ SDPIക്കാരെ എടുക്കരുത് എന്നൊക്കെ പറയുന്ന നിലപാടുകളിൽ വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെല്ലാം അവഗണിച്ചാണ് അദ്ദേഹം ഇതിലേക്ക് വന്നതും ഈ നബിദിന റാലിയിൽ പങ്കെടുത്ത് അദ്ദേഹം കൊടി പിടിച്ചപ്പോൾ ആ കൊടി പിടിക്കാൻ നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചു. ആ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടായി. നിനക്കത് പിടിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്തുള്ള ഈ സുന്നി വിഭാഗത്തിലെ ഞാൻ നേരത്തെ പറയുന്ന നിലപാടുകാർ, അതായത് SDPIക്കാരെ ഇതിൽ അടുപ്പിക്കരുത് എന്ന് പറയുന്ന നിലപാടുകാർ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നത്. ഈ വഴക്കാണ് സംഗതി. അപ്പോൾ അതിൽ സ്വാഭാവികമായി ഈ നബിദിന റാലിയിൽ കോൺഗ്രസ്സുകാർ കാണും, പിന്നെ BJPക്കാർ കാണില്ല. കാരണം മലബാറിലെ മുസ്ലിം പോപ്പുലേഷനിൽ ഇതില്ലല്ലോ. ഇടതുപക്ഷക്കാരും കുറച്ചൊക്കെ ഉണ്ടാവുമായിരിക്കും, ലീഗുകാർ കുറേ കാണും. അവിടുത്തെ വിഷയം
മുസ്ലിം ലീഗോ വേറെന്തെങ്കിലും സംഗതിയോ അല്ല, ഇത്തരമൊരു സംഗതിയാണ്. പക്ഷേ അതിനെയാണ് ലീഗുകാരടിയുണ്ടാക്കി. കഴിഞ്ഞ ദിവസം വടകര അടിയുണ്ടാക്കിയപ്പോഴും നമ്മുടെ കെ ടി ജലീൽ അദ്ദേഹം എഴുതിയ പോസ്റ്റിനകത്ത് ലീഗുകാരടിച്ചു എന്ന തരത്തിലാണ്. അപ്പോൾ ഇതാണതിൻ്റെ സത്യസന്ധമായ സ്ഥിതി എന്നൊന്നറിയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്തു തന്നെ ആയാലും നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കോപ്രായങ്ങൾ നടത്തുന്നത് അത് അങ്ങേയറ്റം അപലപനീയവും അഹങ്കാരവും അനാവശ്യവും തോന്നിയാസവുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് സമസ്ത ചെയ്താലും ശരി, AP ചെയ്താലും ശരി, SDPI ചെയ്താലും ശരി, മുസ്ലിം ലീഗ് ചെയ്താലും ശരി, നാണം കെടുത്തുകയാണ് നിങ്ങളൊരു പ്രവാചകനെ എന്നതാണ് സത്യം.